നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളെല്ലാം തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കുമെങ്കിൽ പോലും മേലധികാരികളുടെ പ്രത്യേക നിർബന്ധത്താൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ചെയ്തു തീർത്താൽ മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കും. ഒരുപക്ഷെ മാർച്ച് മാസത്തിലും പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിന് സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ബന്ധുമിത്രാദികളുടെ ഗൃഹത്തിലേക്കുള്ള യാത്രകളോ പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകളോ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഈ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെ കൊണ്ട് വേണ്ടി വരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങളുടെ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് ചിലർക്ക് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കുവാൻ തീരുമാനിക്കും. മറ്റു ചിലർ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് താരതമ്യേന ചെലവ് കുറവുള്ള ദിനച്ചെലവ് കുറവുള്ള സ്ഥലത്തേക്ക് ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും. ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ ആ ഏറ്റെടുത്ത ദൗത്യം കഴിഞ്ഞ 2025 മെയ് മാസം മുതൽ തന്നെ ഏറ്റെടുത്തിരുന്നു. അത് ഉടമസ്ഥർക്ക് തൃപ്തികരമാകും വിധത്തിൽ പദ്ധതികൾ സമർപ്പിക്കാൻ അവസരം വന്നു ചേരുന്നത് വഴി ഈ ഒരു മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ തന്നെ സമർപ്പിക്കാൻ ഇടവരും. പലപ്പോഴും ചിന്താഗതികളിലുള്ള വ്യത്യസ്തങ്ങളെ കൊണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ജൂൺ മാസത്തിന് മുൻപ് തുടങ്ങി വയ്ക്കുവാനും സാധ്യതയുണ്ട്. 2026 ഒടുവിലോ 2027 ആദ്യത്തെ പകുതിയിലോ പൂർത്തീകരിക്കുന്ന കരാർ ജോലികളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് ഗുണകരമായി തീരും. എന്നാൽ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ ഏറ്റെടുക്കുന്ന കരാർ ജോലികളുടെ ഉപവിഭാഗമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ ഏർപ്പെടാം. അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനും സാധിക്കും. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കുവാനും യോഗയും പ്രാണായാമവും ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും സാധ്യതയുണ്ട്. മറ്റു ചിലർക്ക് ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അധികൃതരുടെ പ്രത്യേക പരിഗണനയിൽ ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ സാധ്യത കാണുന്നു. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുഭവ ഫലങ്ങൾ വന്നു ചേരും. പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. അമ്മയ്ക്ക് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ഈ മാർച്ച് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലും ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ പകുതിയിലും ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങളോ അമ്മയോടൊപ്പം ആശുപത്രിയിൽ ദിവസങ്ങളോളം താമസിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ തന്നെ വന്നു ചേരുവാൻ ഇടയുണ്ട്. എന്നിരുന്നാലും ഗൃഹത്തിലിരുന്നും കൊണ്ട് അല്ലെങ്കിൽ ആശുപത്രിയിലിരുന്നും കൊണ്ട് ജോലി ചെയ്യാനുള്ളൊരവസരം അനുമതിയോടുകൂടിയതായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് ജോലിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. സഹൃദയ സദസ്സിൽ അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അവിചാരിതമായിട്ട് വ്യാധി പിടിപെടുവാൻ സാധ്യത കാണുന്നു. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുന്നത് വഴി സമാധാനപരമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടവരും. അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരുന്നത് വഴി അതിനുവേണ്ടി പ്രയത്നിക്കാനും സ്വല്പം അതിനുവേണ്ടി പണം ചെലവാക്കാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള കൃഷി രീതികൾക്ക് ഈ മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മാസകാലങ്ങളിൽ വിളവെടുപ്പ് അനുകൂലമായി തീരുവാനും ഈ ഒരു നിലയിൽ ഇനിയും ഈ ഒരു മേഖല പിന്തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സഹപ്രവർത്തകരുടെ സഹായ സഹകരണം അല്ലെങ്കിൽ സമാന ചിന്താഗതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടവും കൂടി ഈ ഒരു കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് വന്നു ചേരുവാൻ ഇടയുണ്ട്. പല വിധത്തിലുള്ള വിമർശനങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും യുക്തിയുക്തമുള്ള സമീപനത്താൽ അതിനെ അതിജീവിക്കാൻ സാധിക്കും. ഗർഭിണികൾക്ക് ഈ മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ വിശ്രമം വേണ്ടി വരുവാനിടയുണ്ട്. ഒരുപക്ഷെ
ദൂരയാത്രകളെല്ലാം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കും ആശങ്ക വർദ്ധിക്കാനിട വരുമെങ്കിൽ പോലും അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, ജോലി മുതലായവ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം സമയബന്ധിതമായിട്ടും കൃത്യമായുള്ള രീതിയിൽ നടക്കുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ആശങ്ക ഒഴിവാക്കുവാനായിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ തന്നെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകുമോ എന്ന ധാരണ മറ്റ് വിദേശത്ത് താമസിക്കുന്ന പലർക്കും ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് മറ്റ് ജോലികൾക്ക് അപേക്ഷിക്കേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അവിചാരിതമായിട്ട് മേലധികാരി മറ്റ് ജോലി നേടിപ്പോയതിനാൽ ഉപദേശക സമിതിയിൽ ഉൾപ്പെടാനും ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. അധപ്പതിച്ച് കിടക്കുന്ന പ്രസ്ഥാനം പുനരുദ്ധീകരിക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞ 5-6 മാസമായിട്ട് തുടങ്ങി വയ്ക്കുകയും അതിൽ നിന്നെല്ലാം തന്നെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും ധ്രുവീകരണത്തിന് തയ്യാറാകുവാനും വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് വിപുലീകരിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒരു പരിധിവരെ ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിച്ചും കൊണ്ട് ഒരു മേൽനോട്ടം വഹിക്കേണ്ടതായ സാഹചര്യങ്ങളെല്ലാം വന്നു ചേരും. 2027 ഒടുവിലോ 2028 പൂർത്തീകരിക്കുന്ന പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം ഉണ്ടാകുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ മാസത്തിൽ ഉദ്യോഗം ലഭിക്കുവാനും ഇടയുണ്ട്. എന്നാൽ വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ തന്നെ തൃപ്തികരമല്ലാത്തതിനാൽ തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുവാൻ ഈ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാസത്തിൽ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും അംഗീകാരം ലഭിക്കുവാനും ഇടയുണ്ട്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ പരീക്ഷ എഴുതുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും അവിചാരിതമായിട്ട് തന്നെ നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനുള്ള അവസരം, അതിനൊരു ഓർമ്മ വന്നു ചേരുവാനും ഇടയുണ്ട്. പുതിയ കരാർ ജോലികളിൽ നിന്നും കഴിഞ്ഞ 6-7 മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി ദീർഘകാല കരാർ ജോലികൾ ഒപ്പുവെച്ചാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവും. മാർച്ച് മാസത്തിലോ ഏപ്രിൽ മാസത്തിനോ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ആധുനിക കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ഒരു കർഷകൻ്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിൽ വന്നു പോകുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിന്മാറുവാനും മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുമെങ്കിലും മിക്ക ദിവസങ്ങളിലും 1-2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പല വിധത്തിലുള്ള വിമ്മിഷ്ടങ്ങളും സ്വസ്ഥതക്കേടുകളും ഉണ്ടാകുമെങ്കിൽ പോലും ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് വളരെ ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയും
ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം മംഗളകരമാക്കി തീർക്കുവാനും സമാധാനപരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തന തലങ്ങൾ പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതുമാണ്. പല പ്രകാരത്തിലും അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴി വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ അതിൽ നിന്നും ഒരു പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ചെയ്യുന്ന ചില ജോലിക്കാർക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ചില സഹായങ്ങളൊക്കെ എല്ലാം ചെയ്ത് കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. അതായത് വ്യാവസായികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടതും കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ പാഠ്യപദ്ധതിയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ ജൂൺ മാസത്തിന് മുൻപ് തന്നെ അത് ഏതെങ്കിലും ദ്രുതഗതിയിൽ അതിൻ്റെ പൂർത്തീകരണം നടത്തി സമർപ്പിക്കുക എന്ന സങ്കല്പത്തോടു കൂടി തന്നെ കഴിഞ്ഞ മെയ് മാസം മുതൽ തന്നെ തുടക്കം കുറിച്ചിരുന്നു. അത് ഏറെക്കുറെ പൂർത്തിയാക്കുവാനും മാർച്ച് മാസത്തിൽ തന്നെ സമർപ്പിക്കുവാനും അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കാനിട വരും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. വിനയത്തോടു കൂടിയതായുള്ള സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. പൊതുജന ആവശ്യം പരിഗണിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കാനിടവരും. വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. സന്ധി സംഭാഷണം, ചർച്ചകൾ മുതലായവയിലെല്ലാം തന്നെ ഒരുപക്ഷെ മേലധികാരികളുടെ അഭാവത്താലായിരിക്കാം തന്നെ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് വഴി എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാൻ ഇടയുണ്ട്. പിതാവിന് അസുഖങ്ങളുണ്ടോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പിതാവിനും വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലാത്ത ഈ സാഹചര്യത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിച്ചാൽ പോലും അതിനുവേണ്ടി വ്യവസായം നവീകരിച്ചാൽ പോലും നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഉൽപ്പന്നങ്ങൾ മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനിടവരും. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാനിടയുണ്ട്. ശുചിത്വ പരിപാലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാനിടവരും. ദുരാചാരങ്ങൾ ഉപേക്ഷിച്ച് സദാചാര പ്രവർത്തികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. മൂത്രാശയത്തിനോട് ബന്ധപ്പെട്ടതും നേത്രത്തിനോട് ബന്ധപ്പെട്ടതായുള്ള പല വിധത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേരുകയും ഇതിന് ആധുനിക ചികിത്സാ രീതികൾക്കൊപ്പം തന്നെ പൗരാണികമായിട്ടുള്ള ചികിത്സാ രീതികൾ പോലും അവലംബിക്കാനിടവരുന്നത് സമാധാനത്തിന് വഴിയൊരുക്കുവാനും രോഗശമനത്തിന് വഴിയൊരുക്കുവാനും ഇടയുണ്ട്. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നത് വഴി കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കാനിടവരും. പരീക്ഷയിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചും കൊണ്ട് അതിൻ്റെ മൂല്യത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാനുള്ള അവസരം, ചില കാര്യങ്ങളിൽ സഹിഷ്ണുതയും ക്ഷമയൊക്കെ വേണ്ടി വരുമെങ്കിൽ പോലും അത് സ്വന്തം നിലയിൽ
സ്വാംശീകരിച്ചുകൊണ്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. കല, കായികം, സാഹിത്യം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്കും മത്സരരംഗങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും പുതിയ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഇതാണ് പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.